ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 96-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തു ആര്? ആയിരങ്ങളുടെ ചോദ്യമാണ്. ബൈബിൾ അതിന് ശരിയാമണ്ണ ഉത്തരം പറയുന്നു. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് തൃത്വത്തിൽ രണ്ടാമനെന്ന് പറയുന്നു. ബൈബിളിൽ തൃത്വമെന്നും രണ്ടാമനെന്നും മൂന്നാമനെന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ സംസാര ശൈലിയിൽ, നമ്മുടെ പരിചയത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. യെശയ്യാ പ്രവാചകൻ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു. ശരിയായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് സകല ഗവൺമെന്റും ദൈവത്തിന്റെ തോളിലായിരിക്കുന്നു. ശ്രദ്ധിക്കണം, ലോകം മുഴുവൻ ദൈവത്തിന്റെ തോളിലാണെന്ന്. അടുത്തത്, അവൻ അത്ഭുത മന്ത്രി. ലോകത്തിൽ ഒരുപാട് മന്ത്രിസഭയുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു മന്ത്രിയില്ല, അത്ഭുത മന്ത്രി. നമ്മുടെ ഏതു വിഷയത്തിന് നടുവിലും ഈ അത്ഭുത മന്ത്രിയോട് നിലവിളിച്ചാൽ അവന്റെ നിലവിളി നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ കാണുന്ന ഒരാളാണ് അത്ഭുത മന്ത്രി. വീരനാം ദൈവം, യുദ്ധവീരൻ, നിത്യപിതാവേ, സമാധാനത്തിന്റെ പ്രഭു. ലോകത്തിൽ ഒരുവനും ഒരു സമാധാനത്തിന് പ്രഭു ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വിധമായ പേരുകളാണ് യെശയ്യാവ് നമ്മളെ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ എന്ന ശിഷ്യൻ അപ്പസ്തോലൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നു, ഒറ്റപ്പെട്ടുപോയി, കഠിന ശോധനയിലൂടെ പോവുകയാണ്. അവിടെ നാട് കടത്തിയിരിക്കുകയാണ്. അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ടും മരിക്കണം. ഡൊമീഷ്യൻ കൈസറുടെ അന്തിമ തീരുമാനം അതായിരുന്നു. പക്ഷേ ദൈവത്തിന് യോഹന്നാനെ പറ്റി വലിയ കരുതലുണ്ടായിരുന്നു. ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും മനോഹരമായ വെളിപ്പാട് പുസ്തകം യോഹന്നാനിലൂടെ കൊടുക്കുവാൻ സ്വർഗം തീരുമാനിച്ചു. ദൈവം നിങ്ങളെപ്പറ്റി തീരുമാനിക്കുന്ന തീരുമാനം, ലോകം എന്തെല്ലാം നോക്കിയാലും, ഏത് വിധത്തിൽ നോക്കിയാലും ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. പത്മോസ് ദ്വീപിൽ ആയിരിക്കുമ്പോൾ കർത്തൃദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ആരാധന ദിവസത്തില് ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും ആരാധിക്കാൻ തീരുമാനിച്ചു. നീ ഒറ്റയ്ക്കാണെങ്കിലും ആരാധന മുടക്കരുത്. യെഹെസ്കേൽ പ്രവാചകൻ ഒറ്റയ്ക്കിരുന്ന് ആരാധിച്ചപ്പോഴാണ് ദൈവം തന്നെ തേടി വന്നത്. ലോകത്തിൽ എവിടെയായിരുന്നാലും ഒറ്റയ്ക്കായിരുന്നാലും ആരാധന ഒരിക്കലും മുടക്കരുത്. താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത്
പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. താൻ അന്നേരം തന്നെ ബോധം കെട്ട് വീണുപോയി. 3.5 വർഷം മറുപടി ചാരിയ യേശുവിന് ഈ കാഴ്ചയൊന്നും ഇല്ലായിരുന്നു, ഈ സ്ഥാനമാന പദവികളില്ലായിരുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രം ആരാണ്? ദൈവസഭയെ കാണിക്കുന്നത്. അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. അവന്റെ കയ്യിലാണ് ദൈവസഭ എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖത്തെ പറ്റി പറയുന്നത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. ഇതാ യോഹന്നാൻ യേശു ക്രിസ്തു ആരാന്ന് ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നാം ആരാധിക്കാൻ വരുമ്പോൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുതേ. ഭയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും ആദരവോടും കൂടി ആയിരിക്കണം നമ്മുടെ ആരാധന മുന്നോട്ട് പോകേണ്ടത്. അലക്ഷ്യ മനോഭാവത്തോടെ ഒരിക്കലും നമ്മുടെ ആരാധനയിൽ ആരും ഇരിക്കരുതേ എന്നൊരു ചെറിയ ദൂതും കൂടെ ഞാൻ പറയുന്നു. ദാനിയേൽ പ്രവാചകൻ നമ്മുടെ കർത്താവിനെ പറ്റി ദർശിക്കുന്ന ദർശനം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ന്യായാസനങ്ങളെ വെച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചതാണ്, ഓർപ്പിക്കുന്ന മാത്രമുള്ളൂ. വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ കാഴ്ചയത് കാണുന്നത്. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും. ലോകത്തിലെ ഒരു ചക്രവർത്തിക്കും ലോകത്തിലെ ഒരു ഭരണതന്ത്രജ്ഞനും അവന്റെ സിംഹാസനം അഗ്നിജാലയല്ല, അവന്റെ രഥങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടൊഴുകി. 1000 പേർ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പിൽ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. യേശു ആരെ? ഞാൻ ചില 1-2 സംഭവങ്ങൾ മാത്രമേ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. അവൻ ആരാന്നും മനസ്സിലാക്കിയാൽ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ അവനാണ്. അവന്റെ സന്നിധിയിൽ ആര് വന്ന് കരഞ്ഞാലും, ആര് നിലവിളിച്ചെന്ന് പറഞ്ഞാലും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നിലവിളി കേൾക്കുന്ന ഏക ദൈവം ക്രിസ്തു മാത്രം. ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യതയുള്ളൂ എന്നുള്ള കാര്യം ഈ ചെറിയ സന്ദേശത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകണം. നിങ്ങളും അതിൽ അംഗമാകൂ, പ്രാർത്ഥിക്കൂ. യേശുവിന് വേണ്ടി ഭാരതം ശക്തിയോടെ ഉണരുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.